മഴതോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ബബിതയ്ക്ക് ഏതായാലും അഹങ്കാരത്തിന് നല്ല മുട്ടം പണി തന്നെ തിരിച്ചു കിട്ടിയിട്ടുണ്ടാവും. ഇത്രയും കാലം ബബിത എങ്ങനെ അഹങ്കരിച്ച് നടക്കുമായിരുന്നല്ലോ. അലീനയെ ആ വീട്ടിൽ നിന്നും ഇറക്കിവിടാൻ നോക്കിയവൾക്ക് ദൈവം കൊടുത്ത ഒരു നല്ല ശിക്ഷ തന്നെയായിരുന്നു അത്. അവളുടെ സകല കള്ളത്തരങ്ങളും ഹരിയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനി അവളെ ബ്ലാക്ക്മെയിൽ ചെയ്യുക എന്ന് തന്നെയാണ് ഹരിയുടെ പ്ലാന്. നീ ഒന്ന് എൻ്റെ റൂമിലേക്ക് വന്നേ, ബാക്കി ഞാൻ അവിടെ വെച്ച് പറയാമെന്ന് ഹരി പറയുമ്പോൾ ബബിത വിചാരിക്കുന്നത് പണമോ സ്വർണമോ ഒക്കെ അവൻ ചോദിക്കുകയായിരിക്കുമെന്നാണ്. പക്ഷേ അവിടെ സംഭവിക്കാൻ പോകുന്നത് അതൊന്നുമല്ല. അവളുടെ മാനത്തിന് തന്നെയായിരിക്കും ഹരി വില പറയാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഒരു പെണ്ണിനും സഹിക്കാൻ പറ്റില്ല ഇത്. സ്നേഹിക്കുന്നവൻ്റെ കൂടെയാണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം. ഇതിപ്പോൾ സ്വന്തം അമ്മയുടെ ആങ്ങളുടെ മകൻ്റെ കൂടെ ശരീരം പങ്കിടാൻ വേണ്ടി വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ, അങ്ങനെയുള്ള ഒരവസ്ഥയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. നാളത്തെ പ്രോമോ ബബിതയാണെങ്കിൽ ആകെ കരഞ്ഞു തളർന്ന് നിൽക്കുമായിരിക്കും. ഹരിയുടെ ആവശ്യം നിറവേറ്റി കൊടുത്തില്ല എങ്കിൽ പിന്നീട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ബബിതയ്ക്ക് യാതൊരുവിധ പിടുത്തവുമില്ല. അങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുമായിരിക്കട്ടെ ബബിത. ഇതേ സമയത്ത് തന്നെ രോഹിത്തും ബബിതയും ആ വീട്ടിൽ ഇനിയും നിൽക്കുന്നത് ശരിക്കും ഒരു ബാധ്യതയാണ്. ശിവേട്ട, എനിക്ക് മടുത്തു, അവരെങ്ങനെയെങ്കിലും ഇവിടെ നിന്നും പറഞ്ഞു വിടണമെന്ന് കമല കട്ടായം പറയുന്നുണ്ട്. ഒരു ഫോണും എടുത്ത് ആ പെൺകുച്ചി മുറിക്കകത്ത് കയറിയാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ നിൽക്കുമ്പോൾ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് നമ്മുടെ തലയിലാവും. നമ്മൾ ബാലചന്ദ്രനെ എതിർത്തിട്ടാണല്ലോ ഇവരെ ഇവിടെ താമസിപ്പിക്കുന്നത്. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം പെങ്ങൾ പോലും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. പോലീസും ജയിലുമായിട്ട് ജീവിതം അങ്ങ് സെൻട്രൽ ജയിലിലേക്ക് ഫ്ലൈറ്റ് പിടിച്ച് പോവേണ്ടി വരുമെന്നൊക്കെ പറയാണ് കമല. കമലയെടുത്തി പറഞ്ഞത് ശരിയാണ് ശിവേട്ട എന്ന് നൈസായിട്ട് അങ്ങ് ഒഴിഞ്ഞു മാറിക്കൊണ്ട് രാജീവനും പറയുന്നുണ്ട്. ഈ സമയത്താണ് രോഹിത് എവിടെയോ പോവാൻ വേണ്ടിയിട്ട് വെപ്രാളപ്പെട്ടിട്ടങ്ങ് കയറി വരുന്നത്. എടാ മോനെ രോഹി, നീ ഒന്ന് നിന്നേ എന്ന് രാജീവൻ വിളിക്കുമ്പോൾ എന്താ അങ്കിൾ, എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന് ചോദിക്കാണ് രോഹിത്. നീ എവിടെ പോയതായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പോയതാണെന്നും എന്നെ ചോദ്യം ചെയ്യാൻ ഞാൻ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ എന്നൊക്കെ പറയാണ്. എനിക്ക് എപ്പോൾ വേണമെങ്കിലും പോവാൻ വരാമെന്നൊക്കെ അവൻ തർക്കത്തരം പറയും. അന്നേരം ശിവേട്ടൻ ഇടപെട്ടു. മോനെ, നീ പറയുന്നത് ശരിയാണ്, നിനക്ക് പ്രായപൂർത്തിയായി. പക്ഷേ ഗംഗേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ തിരികെ പോകണം. അവിടെ അലീന സ്ഥാനം ഉറപ്പിക്കുകയാണ്. അവളുടെ വേരുകൾ അവിടെ പടർന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊന്നും തന്നെ കിട്ടില്ല. നാളെ കണ്ണിലെ കരട് പോലെ ആയിരിക്കും നിങ്ങൾ. സ്വന്തം അച്ഛൻ്റെ സ്വത്തിന് വേണ്ടി വഴക്കുണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ തന്നെ അവിടെ പോയി നിൽക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. എന്തിനാ വെറുതെ തലവേദന ഉണ്ടാക്കുന്നത്? പക്ഷേ രോഹിത്തിന് അതൊന്നും തന്നെ പിടികിട്ടുന്നില്ല. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ അങ്കിൾ ഇങ്ങനെയൊന്നുമല്ലല്ലോ പറഞ്ഞത്. നിങ്ങളുടെ വാശിക്ക് വന്ന ഞങ്ങളോടിപ്പോൾ നാണം കെട്ട് തിരിച്ചു പോകാൻ പറയാണോ? ഗംഗാധരൻ അങ്കിൾ പറഞ്ഞിട്ട് പോലും ഞാൻ കേട്ടിട്ടില്ല. അമ്മ വരുന്നത് വരെ ഞങ്ങൾക്കിവിടെ നിന്നേ പറ്റൂ. ആ അലീനയുടെ മുന്നിൽ ചെന്നിട്ട് പട്ടിയെ പോലെ നിൽക്കാനൊന്നും ഞങ്ങൾ കിട്ടില്ല എന്ന് രോഹിത് തർപ്പിച്ചു പറയാണ്. അവൻ പോയി കഴിഞ്ഞപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, ശിവേട്ട കളി മാറിയല്ലോ, ഇവരെ അടിച്ചിറക്കി വിടേണ്ടി വരുമോ എന്ന് ചോദിക്കും. ആ പെൺകുട്ടിയുടെ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നു. കമലമ്മയും അത് തന്നെ ആവർത്തിച്ചു പറയും. ഇവരിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് സമാധാനമായിട്ടൊന്നും ഉറങ്ങാൻ പോലും പറ്റില്ല. എല്ലാം എൻ്റെ തലയിലാവുമെന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്നത് ഗ്രേസ്യാമ്മയും രേവതിക്കുട്ടിയെയുമാണ്. രേവതിക്കുട്ടിയെ അച്ഛനെ കാണാൻ കൊണ്ടുപോകുന്നതിൻ്റെ ടെൻഷനിലായിരുന്നു ഗ്രേസ്യാമ്മ. രേവതിക്കുട്ടി, നീ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴുള്ള കോലമല്ലോ ഇപ്പോൾ. കണ്ടില്ലേ, നല്ല പെണ്ണായിരുന്നു എന്ന് ഗ്രേസ്യാമ്മ പറഞ്ഞപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, അത് നിങ്ങൾ എന്നെ സ്വന്തം മകളെ പോലെയല്ലേ നോക്കുന്നത്, അതുകൊണ്ടാണെന്ന് പറയും. എനിക്കിപ്പോൾ ഇവിടുത്തെ വേലക്കാരിയാണെന്ന ചിന്തയൊന്നുമില്ല. നിങ്ങൾ രണ്ടുപേരും തടിയുള്ളവരായതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂടെ നടന്ന് എനിക്കും ആ ഒരു തടിയൊക്കെ കിട്ടിയെന്ന് അവൾ തമാശയായി പറയാണ്. സമാധാനവും നല്ല ഭക്ഷണവും ഒക്കെ ഉള്ളത് കൊണ്ടല്ലേ എന്ന് ഗ്രേസ്യാമ്മ ചോദിക്കുമ്പോൾ അതൊക്കെ ശരിയാണ് ഗ്രേസി ആൻറ്റി എന്ന് രേവതിയും സമ്മതിച്ചു. എന്നാൽ ഈ സമയത്തിന് ശുഭകരമായ മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട്. ഈ സത്യമെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അലീന ഏതായാലും ബബിതയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അവൾ തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ആ വീടിൻ്റെ മെയിൻ സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്തു. വീട് ഇരുട്ടിലായ നിമിഷം തന്നെ അവൾ ബബിത ഇരിക്കുന്ന ആ ഒരു മുറിയുടെ പുറകിലൂടെ ജനൽ വഴി അകത്തേക്ക് നോക്കി. ബബിതേ, നീ ഇങ്ങോട്ടേക്ക് വാ, പേടിക്കണ്ട, ഞാൻ നിന്നെ രക്ഷിക്കാമെന്ന് അലീനയുടെ ശബ്ദം കേട്ടപ്പോൾ ബബിതയ്ക്ക് തൻ്റെ ജീവൻ പോലും തിരിച്ചു കിട്ടിയതുപോലെ തോന്നി. അങ്ങനെ രണ്ടുപേരും ഇരുട്ടിലൊളിച്ച് പുറത്തേക്ക് ചാടാൻ ശ്രമിക്കുമ്പോഴും പെട്ടെന്ന് ഹരി ടോർച്ച് വെളിച്ചവുമായി അങ്ങോട്ടേക്ക് എത്തി. എവിടെ പോവാനാടി നീ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ഹരി അങ്ങ് ഗർജിച്ചു. പക്ഷേ അലീന തടഞ്ഞുകൊണ്ട് തന്നെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവളുടെ കൂടെ ഒരു പോലീസും ഉണ്ടായിരുന്നു. ഹരി, നിന്റെ കളിയെല്ലാം തന്നെ ഇന്നത്തോടെ അവസാനിച്ചു. സ്ത്രീകളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതിനും പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതിനും നിനക്ക് അഴിയെണ്ണേണ്ടി വരും. അലീനയുടെ വരവ് എല്ലാവരെയും സ്തബ്ധരാക്കി. ബബിത ഓടിപ്പോയി അലീനയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. താൻ ആരെയാണോ നശിപ്പിക്കാൻ നോക്കിയത് അവൾ തന്നെ രക്ഷിക്കാൻ വന്നത് ബബിതയുടെ കണ്ണ് തുറപ്പിച്ചു. ഹരിയെ പോലീസ് വിലങ്ങ് വെച്ച് കൊണ്ടുപോകുമ്പോൾ അവൻ തൻ്റെ അച്ഛനെ ദയനീയമായി നോക്കി. പക്ഷേ ശിവശങ്കരൻ അന്നേരം തല താഴ്ത്തി നിന്നു. രോഹിത്തും ബബിതയും നാണം കെട്ട് ആ വീട്ടിൽ നിന്നും ഇറങ്ങാൻ തയ്യാറെടുത്തു. പക്ഷേ അലീന അപ്പോഴും അവരെ തടഞ്ഞു.
പോകേണ്ട, ഇപ്പം നമുക്ക് നേരെ അച്ഛൻ്റെ അടുത്തേക്ക് പോവാം. അവിടെ നിങ്ങൾക്കുള്ള ശിക്ഷയെല്ലാം തന്നെ അച്ഛൻ തീരുമാനിക്കട്ടെ. അലീനയുടെ ആ വാക്കുകളിൽ സ്നേഹവും അതേസമയം തന്നെ കടുത്ത നീതിബോധവും ഉണ്ടായിരുന്നു. അങ്ങനെ നാടകീയമായിട്ടുള്ള ഒരു രംഗമാണ് കേട്ടോ ഇനി അരങ്ങേറാൻ പോകുന്നത്. ഇനി ഏതായാലും നല്ല സൂപ്പർ ഹിറ്റ് അടിപൊളി രംഗങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ. നീ ഞങ്ങളെ മറക്കുമോടി എന്ന് ഗ്രേസിയാമ്മ ചോദിക്കുമ്പോൾ മറക്കും, എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് രേവതി തമാശിക്കാണ്. മറന്നാൽ പിന്നെ നിന്നെ ഞാൻ കൊല്ലുമെന്ന് ഗ്രേസിയാമ്മ പറയുമ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും പൊട്ടനും പൊട്ടിയുമായി പോവാതുകൊണ്ടാണ് എനിക്ക് നിങ്ങളെ വിട്ടുപോകാൻ കഴിയാത്തത്. നിങ്ങൾ എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ്. എൻ്റെ ബന്ധുക്കൾ ഇനി നേരിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നാൽ പോലും ഞാൻ അവരുടെ കൂടെയൊന്നും പോവില്ല. ഗ്രേസി ആൻറ്റിയുടെ കൊച്ചുമോളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ രേവതി തന്നെ വേണമെന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഗ്രേസിയാമ്മക്ക് വലിയൊരു സന്തോഷമായിരുന്നു, വലിയൊരു ആശ്വാസമായിരുന്നു. പിന്നീട് കാണിക്കുന്നത് ഹരിയെയും ബബിതയായിരിക്കും. ബബിതയുടെ സമനില തെറ്റിക്കൊണ്ട് തന്നെ അവൾ ആകെ വിറച്ചുകൊണ്ട് തന്നെ ഹരിയുടെ റൂമിലേക്ക് ചെല്ലുമായിരിക്കും. ഹരി വാതിലടക്കാൻ പറയും. സഹോദരനല്ലേ എന്ന വിശ്വാസത്തിൽ അവൾ പതിയെ ആ വാതിലങ്ങ് ചാരി. ഹരിയേട്ട, ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് അവൾ അപേക്ഷിക്കുമ്പോൾ അതിന് പകരമായി നീ എനിക്ക് എന്ത് തരുമെന്നാണ് ഹരി ചോദിക്കുന്നത്. 1 ലക്ഷമോ 2 ലക്ഷമോ തരാം, അല്ലെങ്കിൽ എൻ്റെ സ്വർണം വിറ്റ 5-6 ലക്ഷം കിട്ടും, അതെല്ലാം ഞാൻ തരാം, പ്ലീസ് ആരോടും പറയരുത് എന്ന് ബബിത കെഞ്ചിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ ഹരി പറയുന്നത് തനിക്കിതൊന്നും വേണ്ടെന്നാണ്. പൈസയോ സ്വർണമോ ഒന്നും തന്നെ ശിവേട്ടൻ്റെ മകനൊരു പ്രശ്നമല്ല. എനിക്ക് വേണ്ടത് ബബിതയെ നിന്നെയാണ്. നീ ഒന്ന് സഹകരിക്കുകയാണെങ്കിൽ ഞാനിത് ആരോടും പറയില്ല എന്ന് അവൻ പറയുമ്പോൾ ബബിത ആകെ തകർന്നു പോവാണ്. ഹരിയേട്ടാ, ഞാൻ നിങ്ങളുടെ അനിയത്തിയല്ലേ എന്ന് ബബിത ചോദിക്കുമ്പോൾ നീ എൻ്റെ അമ്മയുടെ വയറ്റിൽ പിറന്നവളൊന്നും അല്ലല്ലോ, ബാലചന്ദ്രൻ്റെ മകളല്ലേ എന്ന് തിരിച്ചു ചോദിക്കാണ് ഹരി. നിന്റെ കാമുകന് വേണ്ടിയിട്ട് നീ +1 മുതൽ എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ എനിക്കും വേണമെന്ന് അവൻ ആവശ്യപ്പെടുമ്പോൾ ബബിത അവിടെ കിടന്ന് അലമുറയിട്ട് കരയാണ്. ഹരിയിൽ നിന്നും ഇങ്ങനൊരു നീചപ്രവൃത്തി ഒരിക്കലും തന്നെ ബബിത പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം ഏട്ടൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നവൻ തൻ്റെ മാനത്തിനാണല്ലോ വില പറയാൻ പോകുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ആകെ സങ്കടപ്പെട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ടെൻഷനോട് കൂടെ നിൽക്കുമായിരിക്കട്ടെ ബബിത. ബബിതയുടെ കരച്ചിൽ ആ മുറിക്കുള്ളിലെ ചുവരുകളിൽ തട്ടി പ്രതിധ്വനിക്കുമ്പോഴും ഹരിയുടെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ആ പഴയ സ്നേഹമുള്ള ഏട്ടനല്ല, അവനിപ്പോൾ തൻ്റെ ജീവിതം വെച്ച് പകിട കളിക്കുന്ന ഒരു ശത്രുവിനെ പോലെയാണ് അവൾ അവിടെ കണ്ടത്. അലമുറയിട്ട് കരഞ്ഞു തളർന്ന ബബിത ഒടുവിൽ അവൻ്റെ കാൽക്കൽ വീണു പറഞ്ഞു, ഹരിയേട്ട പ്ലീസ് വേണ്ട, നമ്മൾ രണ്ടുപേരും ഒരേ രക്തമല്ലേ എന്ന് അവൾ വിതുമ്പിക്കൊണ്ട് പറയുമ്പോൾ ഹരി ഒന്ന് പുച്ഛത്തോടെ തന്നെ അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. രക്തബന്ധം അതൊക്കെ വെറും തോന്നിയാസങ്ങളാണ് ബബിതേ. നീ അലീനയെ ആ വീട്ടിൽ നിന്നും പുറത്താക്കാൻ കാണിച്ച ബുദ്ധിയൊക്കെ ഇപ്പോൾ എവിടെ പോയി? ഇപ്പോൾ നിനക്ക് നിന്റെ കാര്യം വന്നപ്പോൾ വേദനിക്കുന്നുണ്ടല്ലേ? ഹരിയുടെ വാക്കുകളിൽ വിഷം കലർന്നിരുന്നു. അവൻ ആ വീഡിയോ പ്ലേ ചെയ്ത് അവളെ വീണ്ടും വീണ്ടും കാണിച്ചു കൊടുത്തു. ഇത് നിന്റെ അച്ഛൻ കണ്ടാലുള്ള അവസ്ഥ നീ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ ബബിതേ. അല്ലെങ്കിൽ നിന്റെ ആ കാമുകൻ ഈ നിമിഷം തന്നെ ഞാൻ ഈ വീഡിയോ അങ്ങ് അയച്ചു കൊടുത്താൽ നീ നാളെ എവിടെയുണ്ടാകും? ഭയം അവളുടെ നട്ടലിലൂടെ ഒരു മിന്നൽ പോലെ പാഞ്ഞുപോയി. മറ്റൊരു വഴിയുമില്ലാതെ തൻ്റെ അഭിമാനം പണയപ്പെടുത്തണമോ അതോ നാണക്കേട് ഭയന്ന് മരിക്കണമോ എന്ന് പോലും അവൾ ആലോചിച്ചു. അതേസമയം താഴെ ഹാളിൽ കമലമ്മയും ശിവനും ആകെ അസ്വസ്ഥരായിരുന്നു. ബബിതയെ കുറേ നേരമായിട്ട് കാണുന്നില്ലല്ലോ എന്ന് കമലമ്മ പറഞ്ഞു തുടങ്ങിയപ്പോൾ രോഹിത് മുറിക്കകത്തു നിന്നും ഇറങ്ങി വന്നു. ബബിത എവിടെയെന്ന് അവൻ്റെ ചോദ്യം അന്തരീക്ഷത്തിൽ ഒരു നിശബ്ദത പടർത്തി. പെട്ടെന്ന് മുകളിലെ നിലയിൽ നിന്നും ഒരു അലർച്ച കേട്ടു. ഹരിയുടെ മുറിയിൽ നിന്നായിരുന്നു ആ ഒരു അലർച്ച. ഹരിയുടെ മുറിയിലെ വാതിൽ തകർക്കാൻ എന്ന വണ്ണം ആരോ ഇടിക്കുന്നു. എല്ലാവരും ഓടിക്കൂടി മുകളിലേക്കെത്തി. വാതിൽ തുറന്നപ്പോൾ കണ്ട കാഴ്ച എല്ലാവരെയും ഞെട്ടിച്ചു. കയ്യിൽ കിട്ടിയ ഒരു വിളക്കുമായി ഹരിയെ നേരിടാൻ നിൽക്കുന്ന ബബിതയാണ് അവർ കണ്ടത്. അവളുടെ വസ്ത്രങ്ങളെല്ലാം തന്നെ അലങ്കോലപ്പെട്ടിരുന്നു. കണ്ണുകളെല്ലാം തന്നെ ചുവന്നു തുടിത്തിരുന്നു. ഇവൻ എന്നെ എന്നൊക്കെ പറഞ്ഞ് അവൾക്ക് വാക്കുകൾ പോലും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. രോഹിത്തിന് ആവേശം മൂത്ത് ഹരിയുടെ നേരെ അങ്ങ് അടുത്തു. എന്നാൽ ഹരി ഒട്ടും തന്നെ കുലുങ്ങിയില്ല. അവൻ തൻ്റെ ഫോൺ അങ്ങ് ഉയർത്തിക്കാട്ടി. നോക്കിക്കോ രോഹിത്തെ, നിന്റെ പെങ്ങളുടെ തനി നിറമെല്ലാം തന്നെ ഇതിലുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ നീ ഇവളെ വീട്ടിൽ കയറ്റുമോ എന്ന് എനിക്ക് നോക്കണം. ഹരിയുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങിക്കൊണ്ട് തന്നെ ബബിത ആകെ തളർന്നുപോയി. ഒരു നിമിഷം ആ വീടങ്ങ് ശ്മശാനമുഖമായിരുന്നു. ഈ സമയം അലീനയുടെ വീട്ടിൽ മറ്റൊരു നാടകം അരങ്ങേറുന്നുണ്ടായിരുന്നു. ഗംഗാധരൻ്റെ ഫോണിലേക്ക് ഒരു അജ്ഞാത സന്ദേശമെത്തി. അതിൽ ഹരിയുടെയും ബബിതയുടെയും ലഹളയുടെ ചില സൂചനകളുണ്ടായിരുന്നു. അലീന അത് കണ്ടപ്പോൾ തന്നെ കാര്യം പന്തിയല്ല എന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ഉടനെ തന്നെ തൻ്റെ വിശ്വസ്തനായ ഇൻസ്പെക്ടറെ വിളിച്ച് കാര്യം പറഞ്ഞു. സാർ, അവിടെ എന്തോ വലിയ ചതി നടക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ശിവരാമൻ്റെ വീട്ടിലേക്ക് എത്തണമെന്ന് പറയും. തിരികെ ശിവേട്ടൻ്റെ വീട്ടിലെത്തിയ ഹരി ബബിതയെ റൂമിൽ പൂട്ടിയിട്ടു. രോഹിത്തിനെയും അങ്കിളിനെയും അവൻ ഭീഷണിപ്പെടുത്തി ഒതുക്കി. ഇന്ന് രാത്രി ഇവൾ എൻ്റെ കൂടെയുണ്ടാവും. നാളെ രാവിലെ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാം.
ഇന്ന് രാത്രി ഇവൾ മുഴുവനായിട്ട് എൻ്റെ കൂടെ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നാളെ രാവിലെ ഞാൻ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാമെന്ന് പറയും. ആരെങ്കിലും എന്നെ തടയാൻ വന്നാൽ ഇതിൻ്റെ കോപ്പി ഞാൻ നാട് മുഴുവൻ അങ്ങ് പ്രചരിപ്പിക്കും. ഹരിയുടെ ക്രൂരതയുടെ ആ ഒരു ആഴം കണ്ട് കമല പോലും വാവിട്ട് കരഞ്ഞു. എന്നാൽ ഇതേ സമയത്തിന് ശുഭകരമായ ഒരു കാര്യം സംഭവിച്ചു. ഈ സത്യമെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അലീന നേരെ ആ ഒരു വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അവൾ തൻ്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ വീടിൻ്റെ മെയിൻ സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്തു. വീട് ഇരുട്ടിലാക്കിയ നിമിഷം തന്നെ അവൾ ബബിത ഇരിക്കുന്ന ആ ഒരു മുറിയുടെ പുറകു വഴി തന്നെ ജനൽ വഴി അകത്തേക്ക് കയറി.